ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. അപ്പൊ നമ്മൾ പെരിമീറ്റർ ആൻഡ് ഏരിയ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ട് നിന്നത്. അപ്പൊ അടിപൊളിയായിട്ട് ആ ഒരു ചാപ്റ്റർ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ, ഒരു ഫിഗർ തന്നിട്ട് അതിനെ റെക്ടാങ്കിൾസ് ആക്കിയിട്ട് മാറ്റിയിട്ട് അതിൽ നിന്ന് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റൻ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണ് എന്ന് നമുക്ക് സെറ്റ് ആയിട്ട് നോക്കിയാലോ. മക്കളെ, ഇതാണ് നമ്മളുടെ ഫിഗർ. ഈ ഒരു ഫിഗറിനെ നമ്മൾ റെക്ടാങ്കിൾസ് ആക്കി മാറ്റിയിട്ട് അതിന്റെ ഏരിയ കണ്ടുപിടിക്കുക. എന്നിട്ട് ഫുൾ ഈ ഒരു ഫിഗറിന്റെ ഏരിയ എത്രയാണ് എന്ന് ആ ഏരിയകളൊക്കെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുമല്ലോ അല്ലേ. അപ്പൊ അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. യെസ്, ആദ്യം തന്നെ മിസ് ഒരു റെക്ടാങ്കിൾ ആക്കാൻ പോകുന്നത് ഇതിനെന്നറിയോ. ഇതിനെ ഇങ്ങോട്ടേക്ക് വരച്ചു, അതുപോലെ ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്തു. ഫസ്റ്റ് റെക്ടാങ്കിൾ കിട്ടിയല്ലോ. പിന്നെ മിസ് അടുത്ത ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇങ്ങനെ വരച്ചപ്പോൾ അടുത്ത ഒരു റെക്ടാങ്കിൾ അല്ലേ, അടുത്ത ഒരു റെക്ടാങ്കിളും കിട്ടി. അങ്ങനെ നമുക്ക് ടോട്ടൽ ഇപ്പൊ എത്ര റെക്ടാങ്കിൾസ് ആണ് കിട്ടിയത്? ഇത് ഫസ്റ്റ് റെക്ടാങ്കിൾ, ഇത് സെക്കൻഡ് റെക്ടാങ്കിൾ, ഇത് തേർഡ് റെക്ടാങ്കിൾ ആൻഡ് ഇത് ഫോർത്ത് റെക്ടാങ്കിൾ. റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ അറിയാത്തവരായിട്ട് ആരുമില്ല. 6th CBSE മക്കൾക്കൊക്കെ പച്ചവെള്ളം പോലെ അറിയുന്ന കാര്യമാണല്ലേ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. L×B, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഫസ്റ്റ് റെക്ടാങ്കിൾ നമ്മൾ എടുക്കാൻ പോവാണ്. ഫസ്റ്റ് റെക്ടാങ്കിൾ എന്തൊക്കെയാണ് അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എന്ന് പറയുന്നത്? 3ഉം 4ഉം ആണല്ലേ. അപ്പൊ ഏരിയ ഓഫ് 1, ഏരിയ 1 എന്ന് മിസ് ഇടുന്നത് ഫസ്റ്റ് റെക്ടാങ്കിളിന്റെ ഏരിയ ആണ്. ഇസ് ഈക്വൽ ടു L×B. L×B എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 3×4 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 12 മീറ്റർ സ്ക്വയർ ആണ് ഫസ്റ്റ് റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇവിടെ 4 ആണടാ. അപ്പൊ ഇവിടെയും എന്താണ്? 4 ആണ്. ഇവിടെ വരെ 3 ആണ്. അപ്പൊ ഇവിടെ 4 ആണ്. റെക്ടാങ്കിൾ എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഇവിടെയും 4 ആവും അല്ലേ. ഇവിടെ 3 ആകുമ്പോൾ യെസ് ഇവിടെയും 3 ആണ്. അങ്ങനെ 3×4 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് റെക്ടാങ്കിൾ നോക്കിയാൽ ഇതാണ് നമ്മളുടെ റെക്ടാങ്കിൾ. ഈ ഒരു റെക്ടാങ്കിൾ ഇവിടെ 2 ആകുമ്പോൾ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 2 ആയിരിക്കും അല്ലെ. ഓപ്പോസിറ്റ് സൈഡ്സിൽ 2 ആയിരിക്കും. ഇവിടെ 3 ആകുമ്പോൾ ഇവിടെയും എത്രയായിരിക്കും? 3 ആയിരിക്കും. സോ ഏരിയ 2 എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 2×3 അഥവാ 3×2 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 6 മീറ്റർ സ്ക്വയർ ആണ് സെക്കൻഡ് റെക്ടാങ്കിളിന്റെ ഏരിയ. ഇനി തേർഡ് റെക്ടാങ്കിൾ എല്ലാവരും നോക്കിക്കേ. ഈ ഒരു തേർഡ് റെക്ടാങ്കിൾ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അതില് 4 ആണ് അതിന്റെ ലെങ്ത് വരുന്നത് അല്ലേ. ഇവിടെ 4 വരുമ്പോൾ ഇവിടെയും എന്തായിരിക്കും? 4 ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. ഇവിടെ എന്താണ് വരിക? 1 അല്ലെ. 1 എങ്ങനെയാണ് വന്നത്? ഇവിടെ മൊത്തമായിട്ട് 4 ആണ് അല്ലേ. ഈ ഒരു സൈഡ് ഫുള്ള് 4 ആണെങ്കിൽ ഇവിടെയും എന്തായിരിക്കും? 4 ആണ്. അതില് ഇവിടെ വരെ 3 ആണെങ്കിൽ ഈ ബാക്കി എത്രയായിരിക്കും? അപ്പോ 4 - 3 ചെയ്താൽ മതി, 1 കിട്ടും. അപ്പൊ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഏരിയ 3 ഇസ് ഈക്വൽ ടു തേർഡ് റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് അതേ 4×1 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 4 മീറ്റർ സ്ക്വയർ ആണ് നമ്മളുടെ തേർഡ് റെക്ടാങ്കിളിന്റെ ഏരിയ. ഇനി ഫോർത്ത് റെക്ടാങ്കിൾ അല്ലേ. ഫോർത്ത് റെക്ടാങ്കിളിന്റെ ഏരിയ 4 എന്ന് എഴുതിയത് ഫോർത്ത് റെക്ടാങ്കിൾ ആണ്. ഇതിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതുവരെ ഫുള്ള് 4 ആണ്, ഇത് മൊത്തം 4 ആണ് എങ്കിൽ അതിന്റെ പകുതി വരെ എത്രയായിരിക്കും? പകുതി 2 ആയിരിക്കും അല്ലെ. ഇവിടെയും അപ്പൊ 2 ആയിരിക്കും. അപ്പൊ കിട്ടിയല്ലോ. ഇനി അടുത്തത് എന്താണ്? ഇവിടെ വരെ 2, അതിന്റെ കൂടെ 1 എന്ന് പറയുമ്പോൾ 3 ആണ്. ആകെ എത്രയാണ്? 3 ആണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 3 ആണ്. സോ ഏരിയ 4 ഇസ് ഈക്വൽ ടു 2×3 വിച്ച് ഇസ് ഈക്വൽ ടു 6 മീറ്റർ സ്ക്വയർ കിട്ടും. ഇനി ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ടോട്ടൽ ഏരിയ ഇസ് ഈക്വൽ ടു ഏരിയ 1 പ്ലസ് ഏരിയ 2 പ്ലസ് ഏരിയ 3 പ്ലസ് ഏരിയ 4 ആണ് അല്ലേ. സോ 12 പ്ലസ് 6 പ്ലസ് 4 പ്ലസ് 6 ആണ് നമുക്ക് ചെയ്യേണ്ടത്. സോ 12 പ്ലസ് 6 പ്ലസ് 4 എന്ന് പറയുന്നത് 10 ആണ്. 10 പ്ലസ് 6 എന്ന് പറയുന്നത് 16 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 6 പ്ലസ് 2 8 ആണ്. 1 പ്ലസ് 1 2 ആണ്. 28 സ്ക്വയർ മീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതുപോലെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. ഏതാണ് ആ ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. സെറ്റ് ആയിട്ട് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഇതിനിതാ ഇങ്ങനെ വരച്ചാൽ ഒരു ട്രയാങ്കിൾ ആയി. ഇവിടെയും വരച്ചു കഴിഞ്ഞാൽ അടുത്ത ട്രയാങ്കിൾ ആയി. ഇവിടെ 1 ആണെങ്കിൽ 1 മീറ്റർ ആണെങ്കിൽ ഇവിടെയും എന്താണടാ? ഇവിടെ 1 മീറ്റർ ആണല്ലേ. ഇവിടെ 1 മീറ്റർ ആണെങ്കിൽ ഇവിടെയും 1 മീറ്റർ ആണ്. സോ 1 മീറ്ററും പോയി കഴിഞ്ഞു 5ൽ നിന്ന്, വിച്ച് മീൻസ് 5 - 2 മീറ്റർ ചെയ്താൽ ഇവിടെ മാത്രം 3 മീറ്റർ ആണ് അല്ലേ. ഇവിടെ മാത്രമായിട്ട് നമുക്ക് 3 മീറ്റർ എന്ന് എഴുതാം. സോ അതിന്റെ ഓപ്പോസിറ്റ് ഇതാ ഇവിടെ 3 മീറ്റർ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് റെക്ടാങ്കിൾ, സെക്കൻഡ് റെക്ടാങ്കിൾ, തേർഡ് റെക്ടാങ്കിൾ ഏതാണെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി ഏരിയ 1 എത്രയാണ് മക്കളെ? 1×3 ചെയ്താൽ മതി അല്ലേ. 1×3 വിച്ച് ഇസ് ഈക്വൽ ടു 3 സ്ക്വയർ മീറ്റർ ആണ് ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? അതെ 3 ആണ്.
കൂടെ എത്രയാണ് 3യും 1ഉം അല്ലേ? ഇതെന്ന് പറയുന്നത് 1 ആണ്, ഇതെന്ന് പറയുന്നത് 3 ആണ്. സോ 3 into 1 എന്ന് പറയുന്നത് 3 സ്ക്വയർ മീറ്റർ ആണ്. ഇനി ഏരിയ 3, തേർഡ് ഏരിയ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ദാടാ ഇവിടെ വരെ 2ഉം ഇവിടെ ഒന്നും കൂടെ കൂട്ടി കഴിഞ്ഞാൽ 1 അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഇതാലോചിച്ചാൽ മതി, ഇവിടെ 3 ആണ്, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും? അവിടെ 3യും ആണ്. അപ്പൊ 3യും 1ഉം 3 into 1 എന്ന് പറയുന്നത് 3 ആണ്. സോ 3 സ്ക്വയർ മീറ്റർ. അപ്പൊ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഈ 3 ഏരിയനെയും കൂട്ടുന്നതാണ് അല്ലെ, ആഡ് ചെയ്യുന്നതാണ്. സോ 3 plus 3 which is equal to 9 സ്ക്വയർ മീറ്റർ ആണ് നമ്മളുടെ ഏരിയ. അപ്പൊ ഇത്രയേ ഉള്ളൂ മക്കളെ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.